നിങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഭഗത് സിംഗ് എന്ന് പഠിച്ചിട്ടുണ്ടാവും. ഭഗത് സിംഗിനെ കുറിച്ച് നമ്മൾ എന്താണ് ഷഹീദ് ഭഗത് സിംഗ് എന്നാണ് പറയുക. ധീരദേശാഭിമാനി കോപ്പിയൊക്കെ എഴുതി പഠിക്കും നമ്മൾ. അത് തെറ്റിപ്പോയാൽ ഇമ്പോസിനൊക്കെ എഴുതും. പുള്ളിക്കാരൻ എന്താ പരിപാടി? പുള്ളിക്കാരൻ പിന്നെ ഒരു കോടതിയിൽ ബോംബ് വെച്ച ആളാണ്. മനസ്സിലായില്ലേ? ഒരു മജിസ്ട്രേറ്റിന്റെ കൊല്ലാൻ വേണ്ടിയിട്ട് കോടതിയിൽ ബോംബ് വെച്ച ആളാണ്. സി ദാവൂദ് മീഡിയ വണ്ണിൻ്റെ മാധ്യമ പ്രവർത്തകനാണ്. ജമാഅത്തെ ഇസ്ലാമി നേതാവാണ്. ദാവൂദ് പറയുന്നത് എന്താണെന്ന് ദാവൂദിന് തന്നെ അറിയില്ല. അതാണിപ്പോൾ അവസ്ഥ. ദാവൂദിൻ്റെ ഒരു പ്രസംഗം നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട് തുടക്കത്തിൽ. ദാവൂദ് എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതായത് ദാവൂദ് ഉദ്ദേശിച്ചത് ഇത്ര മാത്രമാണ്: പൊട്ടിത്തെറിക്കുന്ന ആളുകളെല്ലാം ഒരു സമയത്ത് തീവ്രവാദികളെന്ന് മുദ്ര കുത്തപ്പെടുകയും പിന്നീട് സ്വാതന്ത്ര്യത്തിൻ്റെ അർദ്ധരാത്രി പുലരുമ്പോൾ അവരെല്ലാം മഹോന്നതന്മാരായി വാഴ്ത്തപ്പെടുകയും ചെയ്യും എന്നതാണ് ദാവൂദിൻ്റെ വാദം. ഒറ്റ മിനിറ്റ്. 23-ാമത്തെ വയസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു എന്ന ചോദ്യം ആരെങ്കിലും ചോദിച്ചാൽ, ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ ഇന്നോളം ജനിച്ച് മരിച്ചു പോയവരിൽ ഒരാൾക്ക് മാത്രമേ താൻ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി തൂക്കുമരത്തിലേക്ക് നിർഭയം ഇൻക്ലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം മുഴക്കി നടന്നടുക്കുകയായിരുന്നു എന്ന് പറയാൻ കഴിയൂ. ആ പേരാണ് ഭഗത് സിംഗ്. ആ ഭഗത് സിംഗിനെ ഈ തരത്തിലൊരു കോട്ട് കൊണ്ട് അല്ലെങ്കിൽ ഈ തരത്തിലൊരു വാചകങ്ങൾ കൊണ്ട് അടയാളപ്പെടുത്തിയതിനെ നമുക്ക് എന്താണ് പറയാൻ സാധിക്കുക? ഇതിനെതിരെ ശക്തമായ വികാരങ്ങൾ യുവജന സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നു. DYFIയും അതുപോലെ തന്നെ AYFും ഒക്കെ ശക്തമായി ഈ പറയുന്ന ദാവൂദിനെതിരെ പ്രതിഷേധിച്ചു. പക്ഷേ യുവമോർച്ചയും അതുപോലെ ഇവിടെയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പ്രതിഷേധിച്ചത് ഞാൻ കണ്ടില്ല. ഇനി ഞാൻ കാണാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. കാരണം എന്തിനാണ് ഇവർ ഭയക്കുന്നത് എന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. തന്നെ യഥാർത്ഥത്തിൽ ഇവിടെ ദാവൂദ് പറഞ്ഞത് ഭഗത് സിംഗിനെ പറ്റിയാണ്. ഭഗത് സിംഗ് ഒരു ബ്രിട്ടീഷ് നേതാവിനെതിരായിക്കൊണ്ട്, ബ്രിട്ടീഷ് പ്രഭുവിനെതിരായിക്കൊണ്ട്, ദുഷ്പ്രഭുത്വത്തിനെതിരായിക്കൊണ്ട് ബോംബെറിഞ്ഞ് ധൈര്യസമേതം അവിടെ നിന്ന് ബോംബെറിഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ മാതൃരാജ്യത്തിന് വേണ്ടി ചെയ്ത പുണ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗത് സിംഗ് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നത്. ആ ഭഗത് സിംഗിനെ കൊണ്ട് പറയുകയാണ്, ഈ ഇത്രയും ചെറുപ്പത്തിൽ ഒരു യുവാവ് തൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബോംബെറിയുന്നു. അങ്ങനെ ബോംബെറിഞ്ഞ് 1947 ഓഗസ്റ്റ് 15 ശേഷം അദ്ദേഹം ധീര വിപ്ലവകാരിയാകുന്നു, മാതൃരാജ്യത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്ത മഹാനായി മാറുന്നു എന്നാണ് ദാവൂദ് പറയുന്നത്. അപ്പോൾ അവിടെ അദ്ദേഹം പറയുന്ന വേറൊരു കാര്യം കൂടെയുണ്ട്. അതുവരെ ഭീകരവാദി, തീവ്രവാദി എന്നൊക്കെ ഭഗത് സിംഗിനെ വിളിച്ചിരുന്നവർ ഒറ്റ രാത്രി കൊണ്ട് മാറി രാജ്യസ്നേഹിയും രാജ്യത്തോട് കൂറുള്ളവരുമാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാണേണ്ടത് വർഗീയവാദികളും അതുപോലെ തന്നെ തീവ്രവാദികളും ഒക്കെ എന്ന് മുദ്ര കുത്തപ്പെടുന്ന ആളുകൾ മറ്റൊരു പ്രഭാതത്തിൽ, മറ്റൊരു പൊൻപുലരിയുടെ പ്രഭാതമുണ്ട്. അത് ഏത് പ്രഭാതമാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല, അതെനിക്കൊക്കെ അറിയാം. ആ പ്രഭാതത്തിൽ അവരൊക്കെ എന്ത് ചെയ്യപ്പെടും? ഒരു യഥാർത്ഥ രാഷ്ട്രത്തിന് വേണ്ടി അവരവരുടെ വിശ്വാസത്തിന് വേണ്ടി നിലനിന്ന ആളുകളാണ് എന്ന് മുദ്ര കുത്തപ്പെടും. അതുകൊണ്ട് വർഗീയവാദികളെന്നും തീവ്രവാദികളെന്നും നിങ്ങൾ അവരെ വിളിച്ചത് കൊണ്ട് അത്ര വലിയ പ്രയാസമൊന്നും വിചാരിക്കേണ്ടതില്ല. ഭഗത് സിംഗിനെ പോലും അത് വിളിച്ചിട്ടുണ്ട് എന്നാണ്. യഥാർത്ഥത്തിൽ വലിയ ഒളിച്ചുകടത്തലാണ്. കാര്യം ഈ ലഷ്കർ ഇ തോയ്ബയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ ഹമാസിന് വേണ്ടിയും ഹൂത്തികൾക്ക് വേണ്ടിയും അഫ്ഗാനിസ്ഥാനിലുള്ള നമ്മുടെ താലിബാന് വേണ്ടിയും ഒക്കെ പൊരുതി ചിന്നിച്ചെതറിപ്പോയ തീവ്രവാദികളെ വെളുപ്പിക്കാൻ വേണ്ടി ഭഗത് സിംഗിനെ കൂട്ടുപിടിച്ചതാ. അവരൊക്കെ തീവ്രവാദികളായി നിങ്ങൾ ഇന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ, അവരൊക്കെ ചിന്നിച്ചെതിരിപ്പോയത് തീവ്രവാദത്തിൻ്റെ പേരിലാണെന്ന് നിങ്ങൾ ഇന്ന് പറയുന്നുണ്ടെങ്കിൽ, നാളെ നിങ്ങളിത് മാറ്റി പറയും. നാളെ ഒരു ഇസ്ലാമിക തീവ്രവാദ രാഷ്ട്രം വരുമ്പോൾ നിങ്ങൾ അതിനെയൊക്കെ മാറ്റിപ്പറയുമെന്ന് പറയാതെ പറയുകയാണ് ആര്? ദാവൂദ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഉളുപ്പുണ്ടോ ചങ്ങായി അനക്ക്? വേറെ ആരെയും നമ്മളെ മലബാർ ഭാഷ ചോദിക്കല്ലേ, മാമുക്കോയൊക്കെ ചോദിക്കുന്ന പോലെ ഉളുപ്പുണ്ടോ? എന്താണ് ഇന്ത്യയിൽ ഇരുന്ന് കണ്ട് ഇങ്ങനത്തെ തോന്നിവാസം വിളിച്ച് പറയാൻ അനക്ക് ലേശ ഉളുപ്പുണ്ടാ? അതാണ് യഥാർത്ഥ ഭാഷ, മലബാർ ഭാഷയാണത്. ഞങ്ങൾക്ക് വളരെ ആസ്വദിക്കുന്ന ഭാഷയാണ്. അതെ. അപ്പോൾ ആ രീതിയിൽ തന്നെ മറുപടി പറയണമെന്ന് വിചാരിച്ചതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ എന്താണ് ഭഗത് സിംഗ്? ഞാൻ ജമാഅത്തെ ഇസ്ലാമിന്റെ നേതാവ്. അതെ. ഈ പറയുന്ന ഭഗത് സിംഗ് എന്താണ്
ഇന്ത്യക്ക് വേണ്ടി ഇവിടെ ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ അധിനിവേശത്തിനെതിരായിക്കൊണ്ട് ഒരുപാട് ആളുകളെ ക്രൂരമായി കൊന്നുകളഞ്ഞതിനെതിരായിക്കൊണ്ട് സ്വാതന്ത്ര്യത്തോടെ ജനിച്ച മണ്ണിൽ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി കോടാനുകൂടി മനുഷ്യർക്ക് വേണ്ടി അവിടെ പ്രതികരിച്ച, അവിടെ പ്രതിഷേധിച്ച, സ്വന്തം ജീവൻ ബലി നൽകിയ ഒരു മഹാപുരുഷനെ മതതീവ്രവാദവുമായി കൂട്ടിക്കുഴച്ച് ഈ പറയുന്ന ഭഗത് സിംഗിനെയും തീവ്രവാദി എന്ന് വിളിച്ചു, മറ്റേയാളെയും തീവ്രവാദി എന്ന് വിളിച്ചു. ഭഗത് സിംഗിനെ തീവ്രവാദി എന്ന് വിളിച്ചതായിട്ട് ഞാൻ അറിയില്ല, ഭഗത് സിംഗിനെ വർഗീയവാദി എന്ന് വിളിച്ചതായിട്ട് ഞാൻ അറിയില്ല. ഭഗത് സിംഗിനെ സ്വന്തം രാജ്യത്തിന് വേണ്ടി സ്വന്തം രാജ്യത്തെ ഒറ്റുകൊടുത്ത ആ പട്ടിയെപ്പോലെ നമ്മളെ അടിമകളാക്കി, കഴുതയെപ്പോലെ അടിമകളാക്കി ഭരിച്ചിരുന്ന ഒരു ബ്രിട്ടീഷ് എന്ന് പറയുന്ന വൃത്തികെട്ട ഒരു നരാധമന്മാർക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉന്നയിച്ച ഒരു വിപ്ലവകാരിയായിട്ടാണ് ആരറിയപ്പെടുന്നത്? ഭഗത് സിംഗ് അന്നും ഇന്നും അറിയപ്പെടുന്നത്. ഭഗത് സിംഗിൻ്റെ മരണത്തിന് ശേഷം ബ്രിട്ടീഷുകാർക്കിടയിലെ വാർത്തകൾ തന്നെ ഇത്രയും വലിയൊരു ധീരനെ കണ്ടിട്ടില്ല എന്നുള്ളതായിരുന്നു. ഉത്തം സിംഗ് എന്ന് പറയുന്ന ഒരു വലിയ വിപ്ലവകാരി നമുക്കുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ചരിത്രം അറിയാത്തതൊന്നും അല്ല ആർക്ക്? ദാവൂദിന്. പക്ഷേ ദാവൂദിന് എന്ത് ചെയ്യണം? കുറേ പൊട്ടിത്തെറിച്ച് ഹൂറിമാരുടെ അടുത്തേക്ക് പോകുന്ന കുറേ തീവ്രവാദികളെ വെളുപ്പിക്കണം. അങ്ങനെ വെളുപ്പിക്കാൻ വേണ്ടി ദാവൂദ് എളുപ്പം കണ്ടുപിടിച്ച പണിയാണ് ഈ പറയുന്ന ദാവൂദിനെ എല്ലാം അറിയാന്നുള്ളത്. എനക്കറിയാവുന്ന അത്ര പോലും ദാവൂദിനെ അറിയില്ല. അല്ല, അതാണ്. അപ്പം ദാവൂദ് പൊട്ടക്കരട്ടിലെ തവളയാണ്. അതാണ് ഏറ്റവും വലിയ ലോകം. ജമാഅത്താണ് ഏറ്റവും വലിയ ലോകം. അതിനപ്പുറം ഒരു ലോകമില്ല. നാളെ ഇന്ത്യ മുസ്ലിം രാഷ്ട്രമാകുന്നത് കാത്ത് ദാവൂദിരിക്കുകയാണ്. ഇരുന്നോ അവിടെ? ഇന്ത്യ മുസ്ലിം രാഷ്ട്രമാവുന്നതും കാത്ത് ഇങ്ങനെ ഇരുന്നോ? അങ്ങനെയാണെങ്കിൽ ദാവൂദ് പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെയുള്ള എല്ലാ സംഘടനകളെയും എതിർക്കേണ്ട കാര്യമുണ്ടോ ദാവൂദ്? ഇവിടെ പല കാര്യങ്ങൾക്കും പല സംഘടനകളൊക്കെ ഉണ്ടല്ലോ. അത്തരം സംഘടനകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം ദാവൂദിന് ന്യായീകരിക്കണമല്ലോ. ദാവൂദിൻ്റെ പ്രശ്നം, നമ്മൾ തീവ്രവാദികളെന്നോ വർഗീയവാദികളെന്നോ വിളിക്കുന്ന ആളുകളെ നിങ്ങൾ അങ്ങനെ വിളിച്ചാൽ നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല. ആരെ? ഇസ്ലാമിക വർഗീയവാദികളെ. വേറൊരു വർഗീയവാദിയെ നിങ്ങൾ അങ്ങനെ വിളിക്കുന്നത് അവരൊക്കെ തമ്മാളികളും അവരൊക്കെ നരകത്തിൽ അവരുടെ കൊള്ളികളുമായിരിക്കും. പക്ഷേ നാളെ വീരപുരുഷന്മാരാവും. തീർച്ചയായും ഒരു രാഷ്ട്രത്തിന് വേണ്ടി, ഒരു ആശയത്തിന് വേണ്ടി ബലിദാനിയായവൻ, രക്തസാക്ഷിയായവൻ, ഒരു സ്വന്തം ജീവൻ പണയം വെച്ചവൻ എന്നൊക്കെ ആളുകൾ പറയുമല്ലോ. അതേപോലെ ഇത്തരം രാഷ്ട്രത്തിന് വേണ്ടി, ഇത്തരം ആശയത്തിന് വേണ്ടി മരണപ്പെട്ട ആളാണ്. നാളെ രക്തസാക്ഷിയാണെന്ന് അറിയപ്പെടും. അപ്പം ആരാ? യഹിയ സിൻവർ രക്തസാക്ഷി. അതവര് പറഞ്ഞല്ലോ. അല്ല, മണ്ണിൽ വീണുടഞ്ഞ രക്തസാക്ഷി. യഹിയ മണ്ണിൽ, അങ്ങനെ ഒരു പാട്ടില്ലേ? ഈ പാട്ടുണ്ട്. അതോടൊപ്പം തന്നെ എനിക്ക് ചിരി വരുന്നത് ഈ താലിബാൻ വിസ്മയമാണെന്ന് പറഞ്ഞ ആളുകളാണ്. ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു തീവ്രവാദ പ്രസ്ഥാനത്തെ ഇരുന്ന് വെളുപ്പിക്കാൻ ഇത്രയും ഉളുപ്പില്ലാത്ത ആളുകളെ എവിടെയും കണ്ടിട്ടുണ്ടോ? എവിടെയും കണ്ടിട്ടില്ല. ഞാൻ ആലോചിക്കുന്നത് എന്നിട്ടും ഈ കാര്യങ്ങൾക്കെതിരെ ഒന്നും കേസെടുക്കാത്തത് എന്താണ് എന്റെ ചോദ്യം. അതെ, ഇസ്മയിൽ ഹാനിയെ മരണപ്പെട്ടപ്പോൾ ഇസ്മയിൽ ഹാനിക്ക് നേരെ ഒരു ഹെലികോപ്റ്ററോ വിമാനം അങ്ങനെ വന്നു. അങ്ങനെ വന്നപ്പോൾ മരണഭയം കൊണ്ട് ഓടുന്ന ഹനിയ ഒരു വടിയെടുത്തിട്ട് എറിഞ്ഞു. സിൻവറോ ഹനിയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. വടിയെടുത്ത് എറിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവർ പറയാ ഇസ്മയിൽ ഹനിയ എറിഞ്ഞ വടി പോലും പ്രതിരോധത്തിന്റെ വലിയ ആപ്തവാക്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ മൂന്നുപേരും ചർച്ച നടത്തി. ഇത് കണ്ട് സുഡാപ്പികൾ കുളിരുകോരി. ഒരു മാമുക്കോയുടെ ഒരു ഡയലോഗില്ലേ, മോനെ അതാണ് എനിക്കിപ്പോ മോനെ ദാവൂദേ. അല്ല, അതാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ പറയാനും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും മനുഷ്യൻ്റെ ഉള്ളിലേക്ക് വർഗീയത പരോക്ഷമായി കുത്തിവെക്കാനും ഒരു പറ്റം നല്ല ഇസ്ലാമിക തലമുറയെ മതപരമായി ഭിന്നിപ്പിച്ച് മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ വർഗീയ തീവ്രവാദ നിലപാടെടുക്കാനും കഴിയുന്ന രീതിയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇവരെയൊക്കെ ഉദ്ദേശം. ഈ ഭഗത് സിംഗ് എന്ന് പറയുന്ന ഒരു മഹാമനുഷ്യനെക്കുറിച്ച് ഇവർ ഈ തോന്നിവാസം പറഞ്ഞിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസോ ഒരു പ്രതിഷേധ പ്രകടനം പോലും നടത്തിയതായിട്ട് ഞാൻ അറിയില്ല. ആ കാര്യത്തിൽ DYFIയെയും AYFനെയും നമ്മൾ എന്ത് ചെയ്യണം? അഭിനന്ദിക്കണം. കാരണം അവർ കൃത്യമായി നിലപാട് പറഞ്ഞു. സി ദാവൂദ് മാപ്പ് പറയണമെന്ന് DYFI ആവശ്യപ്പെട്ടു. പ്രതിഷേധ സൂചകമായി അവരെല്ലാം എന്ത് ചെയ്തു? വാട്സപ്പ് DP അല്ലെങ്കിൽ വാട്സപ്പ് സ്റ്റാറ്റസ്, ഈ സി ദാവൂദിനെതിരെ DYFIയുടെ സംസ്ഥാന കമ്മിറ്റി പുറത്തിറക്കിയ വാട്സപ്പ് സ്റ്റാറ്റസ്, അതുപോലെ തന്നെ ആ പോസ്റ്റർ അവർ പങ്കുവെച്ചു. ഇതിനെതിരെ AYF രംഗത്ത് വന്നു, CPIയുടെ യുവജന സംഘടന. പക്ഷെ അതുപോലും ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ് ചെയ്തില്ല. പേടിയാണ് ഇവർക്ക്, ഭയമാണ് ഇവർക്ക്. ജമാഅത്തെ ഇസ്ലാമിയും ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായിട്ടുള്ള വെൽഫെയർ പാർട്ടിയും അതുപോലെ തന്നെ SDPയും ഒക്കെ ഇന്ന് കോൺഗ്രസിനെയാണ് പിന്തുണയ്ക്കുന്നത്. കോൺഗ്രസിന് വേണ്ടി അവർ പ്രത്യക്ഷത്തിൽ സമരത്തിനിറങ്ങുകയാണ്.
അങ്ങനെ സമരത്തിലിറങ്ങി വർഗീയവാദത്തെ ഒരു ഉളുപ്പുമില്ലാതെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അടുത്ത ഭരണം പിടിക്കാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയെ താങ്ങിക്കൊണ്ടിരിക്കുകയാണ് മുരളീധരനൊക്കെ പറഞ്ഞതുപോലെ. എന്തായാലും ദയവായി നിങ്ങൾ ഈ പറയുന്ന ഭഗത് സിംഗിനെയൊന്നും താരതമ്യപ്പെടുത്തി കളയരുത് എന്ന് മാത്രമുള്ള ഒരു അപേക്ഷയാണ്. എനിക്ക് അദ്ദേഹത്തെ അറിയാവുന്ന ആളാണ്, അദ്ദേഹത്തിന് എന്നെയും അറിയാം. എങ്കിൽ പോലും ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് ഇത്തരം ഒരു വൃത്തികെട്ട പറയരുത് എന്ന് പറയേണ്ട ഒന്നല്ല എന്ന് ദാവൂദിനെ പോലുള്ള സുഡാപ്പികൾ വിചാരിച്ചാൽ ചിന്തിച്ചാൽ നല്ലത്.